പെയിന്റിങ്ങാ? അയ്യേ, അതെന്താ അയ്യേ? അല്ല പെയിന്റ് പണി എന്നൊക്കെ പറയുമ്പോ ചേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പെയിന്റ് പണി എത്ര മോശം പണിയൊന്നുമല്ല. പെയിന്റ് പണി, കൽപ്പണി, മരപ്പണി തുടങ്ങിയ എല്ലാ തച്ചു പണികളാണ് ലോകത്തിലെ ഏറ്റവും നല്ല രസമുള്ള പണി. അതായത് ഞങ്ങൾക്ക് അങ്ങനെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പോകുന്നു വേണ്ട. ആവശ്യത്തിന് കിടന്നുറങ്ങി കുളിച്ചു കുട്ടപ്പനായി 8:30-9 മണിയൊക്കെ ആകുമ്പോൾ സൈറ്റിലെത്തിയാൽ മതി. പിന്നെ പതുക്കെ ഡ്രസ്സൊക്കെ മാറി വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് പെയിന്റ് പാട്ടെടുത്ത് 2 ഒച്ചയൊക്കെ ഉണ്ടാക്കി 2 ഇളക്കൊക്കെ ഇളക്കി ഒരു വീശ് ഇങ്ങോട്ടും ഒരു വീശ് അങ്ങോട്ടും വീശുമ്പോഴേക്കും ചായ കുടിക്കാനുള്ള ടൈമായി 10 മണി. പിന്നെ എല്ലാവരും കൂടി മിണ്ടി പറക്കെ ചായ കുടിക്കാനുള്ള ഒരു പോക്കുണ്ട്. അവിടെ നല്ല സ്ട്രോങ് ചൂടൻ ചായയും നല്ല മുരിഞ്ഞ സവാളോടെ കഴിച്ച് തിരിച്ചു വന്ന് 4 കോള് ഫോണിൽ സംസാരിച്ച് ഒരു കുതിര എടുത്തു വെച്ച് അതിന്റെ മുകളിൽ കയറി 2 വീശ് ഇങ്ങോട്ടും 2 വീശ് അങ്ങോട്ടും വീശുമ്പോഴേക്കും ചോറിനുള്ള ടൈമായി 1 മണി. പിന്നെ എല്ലാവരും കൂടി ഇതുപോലെ വട്ടം വളഞ്ഞൊരു ഇരിപ്പാണ്. പല അടുക്കളുണ്ടാക്കിയ പല കറികൾ കൈയിട്ട് വാരി എല്ലാവർക്കും തിന്നും. ഇവിടെയാണ് യഥാർത്ഥ സോഷ്യലിസം. നല്ല പച്ച വാഴയിലെടുത്ത് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ പുരട്ടി തീര് വാട്ടി ചോറും കറി പൊതിഞ്ഞെട്ടിക്കൊണ്ട് അത് തുറക്കുമ്പോ ഒരു മണം വരും. ഓഫ്, സൈഡിൽ മാങ്ങ ചാണി, നടുക്കൊരു തോരൻ, ഈ സൈഡിൽ ചാണ പിടിച്ചത്. ഇതും കഴിച്ച് ആകാശവാണി ചലച്ചിത്രാനും കേട്ട് പേപ്പറും പിരിച്ചു കിടന്നൊരു ഉറക്കമുണ്ട്. അതാണ് സ്വർഗം. പിന്നെ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കമ്പിയൊക്കെ ഒന്ന് വരച്ച് മതിലൊക്കെ ഒന്ന് തടവി വരുമ്പോഴേക്കും 4 മണി ടീ ടൈം. പിന്നെ ടർപ്പനിട്ട് ബ്രഷിൽ പെയിന്റ് കുറച്ച് കളഞ്ഞ് കൈയും കാലൊക്കെ സോപ്പിട്ട് കഴുകി വെളിച്ചെണ്ണയൊക്കെ തെച്ച് മൂടി ജീവി കുട്ടപ്പനായി മേസ്ത്രി മുമ്പിൽ കഴിഞ്ഞിട്ടുമുണ്ടല്ലോ അപ്പൊ കിട്ടി 750 തച്ച്. പക്ഷെ ഇതൊന്നുമല്ല. പറഞ്ഞ സമയത്തിന് വീടിന്റെ പണിയൊക്കെ തീർത്ത് ഉടമസ്ഥന് വീടിന്റെ താക്കോല് കൈമാറുമ്പോ ആ പുതു